നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒരിക്കലും ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. അവനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് പറഞ്ഞാൽ അവൻ ആ സമയത്ത് ആ സന്ദർഭത്തിൽ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന. നമ്മളെല്ലാവരുടെയും വിചാരം നമ്മൾ എന്തും അങ്ങ് ചെയ്തു കളയാം, ആരെയും നോവിപ്പിക്കാം, മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അമിതമായി ഇറങ്ങിച്ചെന്ന് അവർക്ക് വേദനയുണ്ടാക്കാം, നമുക്കൊരു കുഴപ്പവും പറ്റൂല എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചത്. ഒരിക്കലും അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, ഗീബത്ത് നമീമത്ത് പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, വളരെ വിശ്വാസ്യതയോടുകൂടി പറഞ്ഞ കാര്യം അവിടെയും ഇവിടെയും പോയി ഷെയർ ചെയ്യുന്നത്, മനുഷ്യരുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്, ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റുന്ന രൂപത്തിലൊക്കെയും ദ്രോഹിക്കുമ്പോൾ നമ്മൾ ആരും ഇതൊന്നും തിരിച്ചടി കിട്ടൂല എന്നൊരിക്കലും കരുതണ്ട. പലരുടെയും വിചാരം ഒരു ഉംറ ചെയ്താൽ, ഒരു ഹജ്ജ് ചെയ്താൽ എല്ലാം ക്ലിയറായി, ഹാജി എന്ന പേര് വീണാൽ എല്ലാം ക്ലിയറായി എന്നാണ് നമ്മുടെ പലരുടെയും തെറ്റിദ്ധാരണ. സുബ്ഹിന്റെ മുമ്പ് പള്ളിയിൽ പോയി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനല്ല. ഒരു മനുഷ്യന്റെയും വേദനയുടെ, സങ്കടത്തിന്റെ, രോദനത്തിന്റെ കണ്ണുനീര് നമ്മുടെ ചുമലിലുണ്ടെങ്കിൽ അതിന് കണക്ക് പറയാതെ, അതിനോരോ വാക്കുകൾക്കും ഓരോ നോവുകൾക്കും എണ്ണി കണക്ക് പറയാതെ ഈ ഭൂമിയിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധ്യമല്ല.